ഇനിയിപ്പോ സ്വലാത്ത് മാത്രമല്ല, എത്രത്തോളം എന്ന് പറഞ്ഞാല് അയാൾ തന്നെ പറഞ്ഞല്ലോ ബുദ്ധിയില്ലേ. ബുദ്ധി പണ്ടേ ഇല്ല, ഞങ്ങൾക്കറിയാം. ബുദ്ധി ഉള്ളവന് വഹാബി ആവൂലല്ലോ. ബുദ്ധി ഉള്ളവൻ വഹാബി ആവൂല, അതുകൊണ്ട് പണ്ടേ ഞങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് തീരെ ബുദ്ധിയില്ല. ഇയാളിപ്പോ സ്വലാത്ത് മാത്രമല്ല, അല്ലാഹ് എന്ന് ഒരാൾ പറഞ്ഞാൽ അവനും നരകത്തിലാണ്. സ്വലാത്തിന്റെ കാര്യം ഇരിക്കട്ടെ, അല്ലാ 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 എന്ന് റസൂലുള്ളാഹ് അല്ലാഹനെ വിളിച്ചാലോ അവനും നരകത്തിലാണ്. അതിന്റെ മൗലവി പറയട്ടെ. നിങ്ങൾ നോക്കൂ, അല്ലാ 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 എന്നൊരു ദിക്ർ റസൂലുള്ളാഹി ചൊല്ലിയിട്ടില്ല. അങ്ങനെ ഒരു ദിക്ർ ചൊല്ലിയിട്ടില്ല. അതുപോലെ തന്നെ അല്ലാ എന്നുള്ള ദിക്ർ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഈ മൗലവി ഖുർആൻ ഓതാറില്ല എന്ന് തോന്നുന്നു. ഖുർആനിലുണ്ട് ഖുൽ നബിയെ പറയൂ അല്ലാഹ് അല്ലാഹ് എന്ന് പറയണമെന്ന് മുത്ത് റസൂലുള്ളാഹി തങ്ങളോട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇബ്ലീസിനത് കാണൂലല്ലോ. ഏതിരുന്നാലിരിക്കട്ടെ, അപ്പൊ അല്ലാഹ്